ലോകത്തിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറി ഇന്ത്യ. ഇന്ത്യൻ ICRIER പ്രോസസ് സെന്റർ ഫോർ ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ എക്കണോമി പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് മികച്ച പ്രകടനം നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സമാനമായി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇക്കണോമി 2026 റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൃത്യമായി ഉപയോഗിച്ച് മികച്ച നേട്ടം കൈവരിച്ച 5ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, സിംഗപ്പൂർ എന്നിവയാണ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് മികച്ച പ്രകടനം നടത്തിയ മറ്റ് രാജ്യങ്ങൾ. ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, UK, കാനഡ എന്നീ വികസിത രാജ്യങ്ങളെ പിന്തള്ളിയാണ് ഇന്ത്യ ഈ സുവർണ്ണ നേട്ടം കൈവരിച്ചത്. നിലവിൽ വികസ്വര രാജ്യങ്ങളിലെ AI ഉപയോക്താക്കളിൽ 70% പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ AI അധിഷ്ഠിത പ്രവർത്തന കേന്ദ്രത്തിന്റെ ആസ്ഥാനമാണ് ഇന്ത്യ. ആഗോളതലത്തിൽ AI ഉപയോഗത്തിൽ ഇന്ത്യ ചെലുത്തുന്ന സ്വാധീനത്തെയാണ് ഇത് അടിവരയിടുന്നത്. ചിപ്സ് AI സൂചികയിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ചൈന, സിംഗപ്പൂർ, പസഫിക് എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. ആഗോള ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ സുപ്രധാന നേട്ടമാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഡിജിറ്റൽ വ്യാപാരത്തിലൂടെ $328 ബില്യൺ വരുമാനവും ഇന്ത്യ നേടിയിട്ടുണ്ട്. ചരിത്രത്തിലെ മുൻകാല സാങ്കേതിക വിദ്യയേക്കാൾ വേഗത്തിൽ പ്രചാരം നേടിയ സാങ്കേതിക വിദ്യയാണ് AI എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, വികസ്വര രാജ്യങ്ങളിൽ ഏറെ പ്രചാരം നേടിയ സാങ്കേതിക വിദ്യ കൂടിയാണിത്. കണക്ടിവിറ്റി, സംരംഭകത്വം, ഡിജിറ്റൽ അധിഷ്ഠിത പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യ ശക്തമായ അടിത്തറ കെട്ടിപ്പടുത്തിട്ടുണ്ടെന്ന് ICRIER ചെയർപേഴ്സൺ പ്രമോദ് ബാസിൻ പറഞ്ഞു. അതേസമയം വളർച്ചയുടെ അടുത്ത ഘട്ടം AIയുടെ ഫലപ്രദമായ ഉപയോഗത്തെയും നവീകരണ ശേഷികളും വർദ്ധിപ്പിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ ശേഷി ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഇനി ഒരു വലിയ ഡിജിറ്റൽ വിപണി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള AI അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. ICRIER ഗ്രൂപ്പ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് പബ്ലിക് പോളിസി വൈസ് പ്രസിഡന്റ് സെഹ്രാജ് സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സ്വീകർത്താവ് എന്ന നിലയിൽ നിന്ന് ഡിജിറ്റൽ നേതാവായി ഇന്ത്യ മാറിയെന്ന് ICRIERലെ വിശിഷ്ട വിസിറ്റിംഗ് പ്രൊഫസർ ഡോക്ടർ ദീപക് മിശ്ര പറഞ്ഞു. ഈ വേഗത നിലനിർത്തുന്നതിന് ശക്തമായ സ്ഥാപനങ്ങൾ, ഗവേഷണ ആവാസ വ്യവസ്ഥയിൽ വർദ്ധിച്ച നിക്ഷേപങ്ങൾ, ഭാവിക്ക് അനുയോജ്യമായ നയചട്ടക്കൂടുകൾ എന്നിവ ആവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് AI ദത്തെടുക്കൽ, ഫിൻടെക് നവീകരണം, അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ എന്നിവയാണെന്ന് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. സോഫ്റ്റ്വെയർ, IT സേവനങ്ങൾ, ക്ലൗഡ് അധിഷ്ഠിത പരിഹാരങ്ങൾ എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ വഴി നൽകുന്ന സേവനങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിലൊന്നായി ഇന്ത്യ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയുടെ അടുത്ത ഘട്ടം വിപുലമായ കമ്പ്യൂട്ട് ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള പ്രവേശനം വികസിപ്പിക്കൽ, ദീർഘകാല സംരംഭം മൂലധനം സമാഹരിക്കുക, AI വാണിജ്യവൽക്കരണ പാതകൾ മെച്ചപ്പെടുത്തുന്നതിന് സർവകലാശാലകൾ, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തൽ എന്നിവയെ ആശ്രയിച്ചിരിക്കുമെന്ന് റിപ്പോർട്ടിന് പിന്നാലെ വിദഗ്ധർ വിശ്വസിക്കുന്നു. രാജ്യങ്ങളിലേക്ക് AI സ്വീകാര്യത അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂതന സെമി കണ്ടക്ടർ ചിപ്പുകൾ, കമ്പ്യൂട്ട് ശേഷി, വലിയ ഭാഷാ മോഡലുകൾ എന്നിവയുൾപ്പെടെയുള്ള AI അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ എണ്ണം രാജ്യങ്ങളിലും കമ്പനികളിലും കേന്ദ്രീകരിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ആപ്ലിക്കേഷൻ ലെയർ നവീകരണത്തിൽ അതിന്റെ ശക്തികൾ പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം ആഭ്യന്തര AI കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് അടുത്ത ദശകത്തിൽ അതിന്റെ മത്സരശേഷി നിർണ്ണയിക്കും. ദ്രുത ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട വർദ്ധിച്ചു വരുന്ന അപകട സാധ്യതകൾക്കെതിരെയും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പും സൈബർ കുറ്റകൃത്യങ്ങളും ഇന്ത്യയിൽ ഏറ്റവും സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ ചിലതായി മാറിയിരിക്കുന്നു. അതേസമയം ഡിജിറ്റൽ ഒഴിവാക്കലും പരിസ്ഥിതി സുസ്ഥിരതയും സംബന്ധിച്ച വിഷയങ്ങളും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. സുരക്ഷിതവും സമഗ്രവും സുസ്ഥിരവുമായ ഡിജിറ്റൽ വളർച്ച ഉറപ്പാക്കുന്നതിന് ശക്തമായ നയ നടപടികളുടെയും നിക്ഷേപങ്ങളുടെയും പ്രാധാന്യം പഠനം ഊന്നിപ്പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.